ഹലോ ലഡു സിംഗ്. ലഡ്ഡു സിംഗ് എന്ന് വിളിക്കരുത്, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് എന്ന് വിളിക്കണം. ഓക്കേ ഓക്കേ ഇൻസ്പെക്ടർ ലഡു സിംഗ്. ഞാൻ ഡാൻസിംഗ് തീഫാണ് സംസാരിക്കുന്നത്. ഡാൻസിംഗ് തീഫോ? ഞാൻ ഡാൻസിംഗ് ഗേൾ എന്ന് കേട്ടിട്ടുണ്ട്. ഇതെന്താ ഡാൻസിംഗ് തീഫ്? അത് കുഴപ്പമില്ല, എന്നാൽ ഇന്ന് കേട്ടോളൂ. ഞാൻ പറഞ്ഞിട്ട് മാത്രമേ മോഷ്ടിക്കുള്ളൂ. മാത്രമല്ല, ഞാൻ ഡാൻസ് ചെയ്തേ മോഷ്ടിക്കൂ. അതുകൊണ്ടാണ് ആൾക്കാർ എന്നെ ഡാൻസിംഗ് തീഫ് എന്ന് പറയുന്നത്. ഐ എന്ത്? ഞാൻ വേദ സിറ്റി ബാങ്കിൽ ഡാൻസ് ചെയ്ത് മോഷ്ടിക്കാൻ പോവുകയാണ്. പറ്റുമെങ്കിൽ പിടിച്ചോളൂ. ഡാൻസിംഗ് തീഫ് മോഷ്ടിക്കുകയാണെന്നോ? ഓഹോ, എന്റെ പരിധിയിൽ മോഷണം നടക്കുന്നോ? ഈ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണമോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നാൽ അവിടെ ഉള്ളവർ പറയും, വേണ്ട മോഷ്ടിക്കരുത്, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. നീ അത് കേട്ടിട്ടില്ലേ? എന്നിട്ടാണോ നീ എന്റെ നഗരത്തിൽ, അതും എന്റെ സാലറി അക്കൗണ്ടിൽ പണം മോഷ്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? നീ എന്തൊക്കെയാ പറയുന്നത്? ഇറ്റ് ഇസ് ഇംപോസിബിൾ. പറയുന്നത് മനസ്സിലായ? ഇംപോസിബിൾ. ഡയലോഗ് പറഞ്ഞിങ്ങനെ ചെവി വേദനിപ്പിക്കല്ലേ ലഡു സിംഗ്. ഐ ആം സോറി ഇൻസ്പെക്ടർ ലഡു സിംഗ്. എന്നെ കുറിച്ച് വേഗം റിപ്പോർട്ട് എഴുതുന്നേ. ഇങ്ങനെയൊക്കെ റിപ്പോർട്ട് എഴുതാൻ കഴിയോ? ഒരു ഡാൻസറെ ഡാൻസ് ചെയ്തോണ്ട് മോഷ്ടിച്ചു എന്ന്. ഇതുവരെ മോഷണമൊന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിക്കാതെ റിപ്പോർട്ട് എഴുതാൻ പാടില്ല. എടാ പൊട്ടാ, ഫോൺ വെക്കേ. ഓക്കേ, അപ്പൊ ഞാൻ ക്രൈം അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ മോഷ്ടിക്കാൻ പോകുന്നു. എന്റെ സാറിന് ശിവേനൊന്ന് വിളിക്കണമെന്നില്ലേ? എന്താ വിളിച്ചോളൂ. അല്ലെങ്കിൽ സാറിന് മാത്രം കള്ളനെ പിടിക്കണമെന്ന് വെച്ചാൽ നടക്കില്ല. എത്ര കാലമായി ഞാനിത് കാണുന്നു. അല്ല പിന്നെ നീ എന്താ പറഞ്ഞേ? ഞാനിപ്പോ ശിവേനെ വിളിക്കണമെന്നോ? ഞാനിപ്പോ എന്തിനാ ശിവേനെ വിളിക്കുന്നത്? പേടാറാം, നീ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഒന്ന് വിളിച്ചേക്കാം. ഹലോ ശിവ. ശിവ, ഇത് നമ്മുടെ ബാങ്ക് മാനേജറാണ്. ആ കള്ളനെ കയ്യോടെ പിടിക്കാൻ വേണ്ടി ഇദ്ദേഹം നമുക്ക് ബാങ്കിന്റെ അകത്തുള്ള സെക്യൂരിറ്റി ലോക്കർ റൂമിലേക്ക് പോകാനുള്ള പെർമിഷൻ തന്നിരിക്കുകയാണ്. ശിവ, ഈ ബാങ്കിന്റെ അകത്ത് ഓരോ മൂലയിലും ഓരോ റൂമിലും CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഈ മോണിറ്ററിലൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അത് കണ്ടോ? തുരങ്കത്തിൽ നിന്നും അകത്തേക്ക് കടന്ന് ഇവിടെ നിന്ന് മോഷ്ടിക്കാനാണ് അയാളുടെ പരിപാടി. പിടിക്കേ, അവനെ വേഗം പിടിക്കേ. എന്താ ഇത് സാർ, എന്താ ഈ കാണിച്ചത്? ഇനി ആ കള്ളൻ അലേർട്ടായി ഇവിടുന്ന് ഓടിക്കളയും. സോറി. ആ കള്ളൻ ഇവിടെ നിന്ന് കയറി ഓടിക്കളഞ്ഞെന്ന് തോന്നുന്നു. അയാൾ പോകുന്ന സമയത്ത് അയാളുടെ ടോർച്ച് ഇവിടെ വീണു. എന്നാ വേഗം വരൂ, അയാളുടെ പുറകെ പോവാം.
മര്യാദയ്ക്ക് വഴിന്ന് മാറ്. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ആഹാ. അയ്യോ. ശിവ ശിവ എന്നാണ് എന്റെ പേര്. അയ്യോ. എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് തല്ലുന്നേ? ഒന്ന് വെറുതെ വിട്ടേക്ക്. അങ്ങനെ എങ്ങനെയാ സമ്മതിക്കാം? മോനെനിക്ക് ഞാൻ പറയുന്നതനുസരിക്ക്. മോഷ്ടിച്ച സാധനങ്ങൾ മുഴുവനും ഇവിടെ കൊടുത്തേക്ക്. നീ എന്തൊക്കെയാ പറയണേ? ആരെന്ത് മോഷ്ടിച്ചുന്നാ? ഞാനൊരു കള്ളനല്ല, വിശ്വസിക്ക്. നീ ശരിക്കുമുള്ള കള്ളനല്ലെങ്കിൽ പിന്നെ ഇത്രയും വേഗം കാർ ഓടിച്ച് എന്തിനാ രക്ഷപ്പെടാൻ നോക്കിയത്? അതായത് ഒരു മനുഷ്യൻ എന്നെ വീര സിറ്റിയിലേക്ക് വരാൻ പറഞ്ഞു. അയാൾ എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞു, അതായത് ഇന്റർനാഷണൽ റേസിംഗിൽ എന്നെ കൊണ്ട് പങ്കെടുപ്പിക്കാന്ന്. അയാളുടെ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫാസ്റ്റിൽ ഓടി. ശരിക്കും പറഞ്ഞ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ അയാളുടെ അടുത്ത് എത്തുമായിരുന്നെങ്കിൽ ഒരു 50,000 രൂപ തീർച്ചയായിട്ടും എനിക്ക് കിട്ടുമായിരുന്നു. ലഡു സിംഗ് സാറേ, എത്ര പെട്ടെന്ന് അവിടെ എത്തണം. അയാൾ ബാങ്കിൽ കൊള്ളയടിച്ചോണ്ടിരിക്കാണ്. എന്താ പറഞ്ഞ? ഹലോ ലാഡു സിംഗ്. സോറി ഇൻസ്പെക്ടർ ലാഡു സിംഗ്. ഞാൻ ഡാൻസിംഗ് തീഫാണ്. എന്തേ മറന്നുപോയോ? നിന്നെ അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ കഴിയോ? ഒറ്റ തവണ നിന്നെ ഞാൻ പിടിച്ചു കഴിഞ്ഞാ നിന്നെ ഞാൻ ഇടിച്ച് തല്ലി നിനക്ക് പിന്നെ ഡാൻസ് ചെയ്യുന്ന എങ്ങനെയെന്ന് മറന്നു പോകും. ഓക്കെ, ഞാൻ ഒരവസരം കൂടി നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ തരുന്നതാണ്. ഞാനിപ്പോൾ മംഗൾ ജ്വല്ലറിയിലേക്ക് മോഷ്ടിക്കാൻ പോവുകയാണ്. ഹലോ ശിവ. കഴിഞ്ഞ തവണ CCTV ക്യാമറ അകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു ക്യാമറ അകത്തുണ്ടാവണം പുറത്തുണ്ടാവണമെന്ന്. ഇനി ആ കള്ളൻ ഏത് വഴിക്ക് വന്നാലും ശരി നമുക്ക് അവനെ കയ്യോടെ പിടിക്കാം. നിങ്ങളൊന്നും പേടിക്കണ്ട. ഈ ഞാൻ, അതായത് ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരു പേടി വേണ്ടതേ. വന്നേ, വേഗം ഓടിക്കേ. മോഷ്ടിച്ച ആഭരണങ്ങൾ മുഴുവനും പുറത്തെടുത്ത് ഇവിടെ വെക്കൂ അങ്കിൾ. എന്തായി പറയുന്നേ? ഞാൻ മോഷ്ടിച്ചിട്ടില്ലല്ലോ. നുണ പറയുന്നു. ഈ ലഡ്ഡു സിംഗിന്റെ മുമ്പിലാണ് നീ നുണ പറയുന്നത്. നിനക്ക് നാളല്ലേ? നീ അവിടെ മോഷ്ടിക്കാൻ വന്നിട്ട് മൊത്തം പുകയിട്ടു. നിനക്കത് ഓർമ്മയുണ്ടോ? എന്നിട്ട് അവിടെയുള്ള സ്വർണം മുഴുവനും മോഷ്ടിച്ച് നീ അങ്ങ് ഓടിക്കളഞ്ഞല്ലോ. മോഷ്ടിച്ചിട്ടില്ല, പക്ഷെ പുകയിട്ടത് ഞാൻ തന്നെയാ. ഒരു തരി സ്വർണം പോലും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ പുകയിട്ടത്? അതെന്റെ ഡ്യൂട്ടിയാണ്. കൊതുകുകളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടി ഞാൻ എല്ലാ സ്ഥലത്തും പുകയിടാറുണ്ട്. ഒരാൾ എനിക്ക് 5000 രൂപ തന്നിട്ട് 5 സ്ഥലത്ത് പുകയിടാൻ വേണ്ടി പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ ജോലി തീർക്കണമെന്ന് പറഞ്ഞു. കാരണം അയാൾക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ഇതാ കണ്ടോ, എനിക്ക് 100 രൂപ അഡ്വാൻസ് തരികയും ചെയ്തു.
എന്റെ എല്ലാ മുതലുകളും മോഷണം പോയി. ഞാനിനി എന്ത് ചെയ്യും? നിങ്ങൾ ആരെങ്കിലും കള്ളനെ കണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞങ്ങൾ എല്ലാവരും നിന്റെ പുറകെ തന്നെ വന്നു. അതുകൊണ്ട് ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഓഹോ, ദാ വീണ്ടും ഫോൺ വന്നല്ലോ. ഇത് തീർച്ചയായിട്ടും അവൻ തന്നെ ആയിരിക്കും, ആ ഡാൻസിങ് തീഫ്. ഫോൺ എടുക്കില്ല, ഞാൻ ആ ഫോൺ എടുക്കില്ല. എന്നോട് ഫോൺ എടുക്കാൻ നീ പറയരുത്. സാറേ, ഞാൻ കുറെ നേരമായി ഫോൺ അടിക്കുന്നു. സാർ എന്തുകൊണ്ടാ ഇത്ര നേരമായിട്ട് ഫോൺ എടുക്കാഞ്ഞത്? ഓ, നീയായിരുന്നോ വിളിച്ചിരുന്നേ? സോറി ശിവ. ഞാൻ വിചാരിച്ചു ആ ഡാൻസിങ് തീഫായിരിക്കുന്ന്. ഞാൻ വിചാരിച്ചു അവൻ നമ്മളോട് പറഞ്ഞിട്ടല്ലേ മോഷ്ടിക്കാൻ പോവാറുള്ളത്. അതുകൊണ്ട് അവന്റെ ഫോൺ ഞാൻ എടുക്കേ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ എങ്ങനെ എനിക്ക് ഫോൺ വരും? അവന് മോഷ്ടിക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഒന്നും സംഭവിക്കില്ല ലഡു സിംഗ് സാറേ. ഈ പ്രാവശ്യം നമ്മൾ ആ കള്ളനെ തീർച്ചയായിട്ടും പിടിച്ചിരിക്കും. ഇത്തവണയും കൂടി അവൻ മോഷ്ടിച്ചു കഴിഞ്ഞാ പിന്നെ മിക്കവാറും എന്റെ തൊപ്പി തെറിക്കാൻ സാധ്യത ഉണ്ട്. വിഷമിക്കരുത്. എന്റെ ജീവിതം പിന്നെ കോഴഞ്ഞാട്ടാവും. എന്തിനാ കരയണേ? ആ ശിവ പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ ശിവയല്ല, ഡാൻസിങ് തീഫാണ് മാഷേ. തൊലഞ്ഞല്ലോ ഞാൻ. ഫോൺ വെക്കരുത്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ഇപ്പോഴൊക്കെ എനിക്ക് നിങ്ങളുടെ ബുദ്ധി വളരെ ഉപകരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ തലയുടെ അടുത്ത് വന്ന് നിന്ന് മോഷ്ടിക്കും, അതും ഡാൻസ് കളിച്ചുകൊണ്ട്. തലയുടെ അടുത്ത് വന്ന് മോഷ്ടിക്കുന്നോ? ഇതിന്റെ അർത്ഥം എന്താണ് പെടറാം? സാറിന്റെ ബുദ്ധി, അതായത് നമ്മുടെ ഈ പോലീസ് സ്റ്റേഷനിൽ വന്ന് മോഷ്ടിക്കുന്ന അവൻ ഉദ്ദേശിക്കുന്ന. നീ എന്തൊക്കെയായി പറയണത്? അതിന് എന്റെ അടുത്ത് മോഷ്ടിക്കാൻ ഒരു രൂപ പോലും ഇല്ലല്ലോ. നിന്റെ കയ്യിൽ പണമെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ? സാറിങ്ങനെ തമാശ പറയുന്നത് നിർത്തുന്നുണ്ടോ? എന്റെ സാലറി കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ മൊത്തം തീരുമല്ലോ. അതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ല. വരുന്നവനൊന്നും കിട്ടില്ല. പിന്നെ അവൻ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പാറ്റ മോഷ്ടിക്കാനാണോ വരുന്നത്? അവനൊരു മണ്ടൻ കള്ളനാ. സാറേ, പണമൊന്നും അവന് കിട്ടിയില്ലെങ്കിലും ഒരുപാട് ആയുധങ്ങൾ ഈ സ്റ്റേഷനിലുണ്ടല്ലോ. തോക്കുകളുണ്ടല്ലോ, മെഷീൻ ഗൺസ്, റിവോൾവേഴ്സ്. പെടറാം, നീ എത്രയും പെട്ടെന്ന് അതിലെടുത്ത് ലോക്കപ്പ് റൂമിന്റെ അടുത്ത് വെച്ചാ മതി. ശരി, സാർ. ഉറപ്പുള്ള പൂട്ടാവണം, ഉറപ്പുള്ള പൂട്ടായിരിക്കണം. നമുക്ക് പോലും അതിനെ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കണം. സാറേ, വേഗം ശിവനൊന്ന് ഫോൺ ചെയ്ത് വിളിക്കോ. ആ കള്ളൻ ഇവിടെ വരുമ്പോ ശിവ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ വരെ പിടിക്കാൻ സാധിക്കും? ലഡു സിംഗ് സാറേ, കുറെ നേരമായല്ലോ. എന്തുകൊണ്ടാ കള്ളൻ ഇതുവരെ വരാഞ്ഞത്? ഒരുപക്ഷെ അവൻ പേടിച്ചു കാണും. എങ്ങനെ അവൻ പേടിക്കാതെ ഇരിക്കുക? ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ മോഷണം നടത്തുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ. ലഡു സിംഗ് സാറേ, ഡയലോഗ് ഒക്കെ നിങ്ങൾ പിന്നെ പറയൂ. ആദ്യം ആ കള്ളൻ ശരിക്കും എന്താ പറഞ്ഞെന്ന് പറയൂ. അയാള് പറഞ്ഞതേ, ലഡ്ഡു സിംഗ്, നിന്റെ ബുദ്ധി നിന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്നേ. അതുകൊണ്ട് നിന്റെ തലയിൽ ഞാൻ ഇവിടെ വന്ന് തന്നെ മോഷ്ടിക്കുമെന്നാ പറഞ്ഞേ. പക്ഷെ ലഡു സിംഗ് സാറിന് അത്ര വലിയ ബുദ്ധിയൊന്നും ഇല്ലല്ലോ. ഇങ്ങനെ വെറുതെ ചിരിക്കലേ കേട്ടോ. ഇതിലെന്തോ ഉള്ളുകളിയുണ്ട്. ശരിക്കും നീ ആ വാക്കുകളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാള് ലഡു സിംഗ് സാറിന്റെ ബുദ്ധി ഇവിടെ വന്ന് മോഷ്ടിക്കുമെന്ന്. അതിന്റെ അർത്ഥം ബുദ്ധിയാണ് ലഡു സിംഗ് സാറിനെ സഹായിക്കുമെന്ന്. അല്ല, ലഡു സിംഗ് സാറിനെ സഹായിക്കുന്നത് നീ മാത്രമാണല്ലോ. അപ്പോ ലഡു സിംഗ് സാറിന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ നീയാണ് നിന്റെ സ്ഥലത്ത് മോഷ്ടിക്കുന്ന പറഞ്ഞത്. ഹലോ മുത്തശ്ശ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഒരു കള്ളൻ വീട്ടിൽ വന്ന് മോഷ്ടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്? കള്ളന്മാർ കട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ ആണെങ്കിൽ കസേരയിൽ കെട്ടിയിരിക്കുകയും. നിങ്ങളുടെ കുട്ടിയാണ് ലഡ്ഡു സിംഗ് സാറിനെ സഹായിക്കുന്നത്. അവനെ അപ്പം ഈ ഞാനും ഒന്ന് സഹായിക്കണ്ടേ?
ആ കള്ളൻ എന്റെ സൈക്കിളും കൊണ്ടാണ് പോയിരിക്കുന്നത്. ഞാൻ ഈ സൈക്കിൾ എടുത്തോണ്ട് പോവാം. മുത്തശ്ശ വാതിൽ വേഗം തുറക്ക്. ഹാൻഡ്സ് അപ്പ്. നിന്റെ കളി ഇന്നത്തോടെ മതിയാക്കാം. യു ആർ അണ്ടർ അറസ്റ്റ്. എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. എന്നെ നേരെ നിൽക്കാൻ പോലും നിങ്ങൾക്ക് യോഗ്യതയില്ലല്ലോ. കണ്ടില്ലേ, ഈ സമയത്തും എന്റെ ഈ ഡാൻസ് നന്നായിട്ടുണ്ടോ? ഓഹോ, അത് ശരി. അപ്പൊ അതാണ് കാര്യം. എന്നാ കേട്ടോ, ഞങ്ങൾക്കും അതിനുള്ള കഴിവുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ഡാൻസ് ചെയ്ത് നിന്നെ പിടിച്ചിരിക്കും, അറിയോ? എന്നാ നമുക്ക് ഇനി മല്ലിടാം. തുടങ്ങാം. എന്റെ സൈക്കിൾ ഇവിടെയുണ്ട്. മുത്തശ്ശ, ആ കള്ളൻ എവിടെ? മുകളിൽ ടെറസിലേക്ക് പോയിരിക്കുക. ഹലോ, ഞാനിത് എന്താ കാണുന്ന ലഡു സിംഗ് സർ? ശിവ, ഇവിടെ ഡാൻസ് കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോ കള്ളനെ തോൽപ്പിക്കും. അയാൾ നിങ്ങളെ മണ്ടന്മാരാക്കി ഇവിടെ നിന്ന് ഓടിക്കളഞ്ഞിരിക്കുന്നു. അല്ല, അവൻ വീണ്ടും എന്റെ സൈക്കിൾ കൊണ്ടാണ് പോയിരിക്കുന്നത്. ലഡു സിംഗ് സാർ, ഒന്ന് വേഗം വരൂ. കുട്ടി എന്നെ ശല്യം ചെയ്യുന്നത്? നിനക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാൻ? മറ്റു കുട്ടികളെ പോലെ നിനക്ക് ക്രിക്കറ്റ് കളിച്ചൂടെ കുട്ടി? കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. അറിയാലോ, എനിക്കറിയാലോ. ഇനി ഞാൻ ആരാണെന്നുള്ള കാര്യം ഇപ്പൊ നിനക്ക് പറഞ്ഞു തരാം. ഓക്കേ? ഞാൻ ഡാൻസ് ചെയ്ത് മോഷ്ടിക്കുക മാത്രമല്ല, നല്ലോണം ഫൈറ്റും ചെയ്യും. അല്ല, എങ്ങനെയുണ്ട് എന്റെ ഡാൻസ്? ഒന്ന് നിൽക്കൂ. ഇനി എന്റെ ഡാൻസ് നീ ഒന്ന് കണ്ടു നോക്ക്. അതായത് നിന്നെ പോലെ ഗുണ്ടകൾ മാത്രം പഠിക്കുന്ന ഒരു ഡാൻസ് ആണ് ഇത്.
മതി, 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 മതി. എന്നെ കൊണ്ടിനി പറ്റില്ല. മതിയാക്ക്. മ്യൂസിക് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്റെ കാലുകൾ എത്തുകയില്ല. ഓടിക്കൊണ്ടേയിരിക്കും. നിർത്തൂ, please.